മട്ടാഞ്ചേരിയിലുള്ള ചെർക്കളത്തിലാണ് ഇപ്പോൾ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇത് TD സ്കൂൾ എന്ന സ്കൂളാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ TD സ്കൂളിൻ്റെ മുമ്പിലാണ്. TD സ്കൂള് ഇവിടെ സ്ഥാപിച്ചത് 1874 ഹരിശേണായി എന്നുള്ള ആളാണ് സ്ഥാപിച്ചത്. അദ്ദേഹമാണ് ഇവിടുത്തെ തിരുമല ദേവസ്വം ടെമ്പിളിൻ്റെ അധികാരിയും. അദ്ദേഹത്തിൻ്റെ ഒരു ബംഗ്ലാവ് എൻ്റെ അടുത്തുണ്ട്. അതിപ്പോൾ ഒരു മ്യൂസിയമായിട്ട് വച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൊരു വലിയ മുറിയുണ്ടെന്നാണ് പറയുന്നത്. അവിടെ മൊസൈക്ക് ഇറ്റലിയിൽ നിന്ന് കൊണ്ടിട്ടതാണ്. അത് ആ കാലത്ത്, അത് 19ാം നൂറ്റാണ്ടിൽ കൊണ്ടിട്ടാണെന്ന് പറയുന്നു. പിന്നെ കച്ചിൽ നിന്ന് കൊണ്ടുവന്ന ഡാർക്ക് സ്റ്റോണും കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചെർളായിയാണ്. ചെർളായി മട്ടാഞ്ചേരിയിലാണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇത് ചെർളായിയാണ്. ചെർളായിൽ ഗൗഡ സരസ്വതി ബ്രാഹ്മൺസിൻ്റെ ഏരിയയാണ്. അതിൽ GSB എന്ന് പറയും, ഗൗഡ സരസ്വതി ബ്രാഹ്മൺസ്. ഇവർ 1360, അതായത് 14ാം നൂറ്റാണ്ടിൽ ആണ് കൊച്ചിയിലേക്ക് എത്തിയത്. ഇവരെവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ സൽസറ്റെ, ഗോവയിൽ സൽസറ്റെ സ്ഥലത്ത് വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഷഷ്ടിപുരം എന്ന പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. ഗോവയിൽ നിന്ന് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഓടി വന്നതാണെന്ന് പറയുന്നു. കൂടാതെ ഗോവയിൽ പോർച്ചുഗീസിൻ്റെ അധിനിവേശ സമയത്തും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആൾക്കാരാണ് ഇവിടെ കൂടിയത്. അപ്പോൾ ഇവരിവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്കൂളാണ് ഇപ്പോൾ എൻ്റെ ബാക്കി കാണുന്ന ഈ TD ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1873-76 സ്ഥാപിച്ചതാണ്. ഇവിടെ തിരുമല ദേവസ്വം, കൊച്ചിൻ തിരുമല ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ടെമ്പിളുണ്ട്, വലിയ ടെമ്പിളുണ്ട്. അതിലെ ഡയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കടാചലപതിയാണ് ഡയറ്റി. ഇപ്പോൾ ഇവരെ GSB ബ്രാഹ്മൺസ് അല്ലെങ്കിൽ ഗൗഡ സരസ്വതി ബ്രാഹ്മൺസിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ദൈവങ്ങളെയും ഡയറ്റികളെയൊക്കെ മറ്റെല്ലാത്തിനേക്കാളും അവരുടെ ലൈഫിനേക്കാളും വലുതായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ. അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം അതിനെ റൗണ്ടായിട്ടാണ്. എപ്പോഴും ടെമ്പിളിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ടെമ്പിൾ റോഡിൽ വർഷത്തിൽ 2 തവണയെങ്കിലും ആറാട്ടം ഉണ്ടാകാറുണ്ട്. സോ ഡയറ്റി ഈ ഒരു മെയിൻ ടെമ്പിളും പിന്നെ അതിൻ്റെ പ്രാദേശികമായിട്ട് കുറച്ച് ടെമ്പിൾസ് വേറെയും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കൽപ്പാത്തി പോയ പോലെ തന്നെ അതുപോലത്തെ ഒരു ഫീലിംഗ് എനിക്കിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഇതും ബ്രാഹ്മൺസിൻ്റെ ഏരിയയാണ്. അപ്പോൾ ടെമ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടുത്തെ ആളുകളെല്ലാവരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഷേണായി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബംഗ്ലാവ് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഫുഡ് സ്ട്രീറ്റ്സ് ഇവിടെ നമുക്ക് അധികം നല്ല സിമെട്രിക്കലായിട്ടുള്ള ദോശ വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറയുന്നു. ദോശ കൊടുക്കുന്ന കുറേ കടകളുണ്ട്. പിന്നെ കൊങ്ങണി സ്വീറ്റിൻ്റെ കടയുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം, ഭാഗ്യമില്ലെങ്കിൽ എല്ലാം കാണാൻ പറ്റുന്നില്ല. പറ്റാവുന്ന എല്ലാം കണ്ടു നമുക്ക് പോവാം. പഴമയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോയാൽ മതി, നമുക്ക് ശരിക്കും നല്ല പഴയ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. അത് നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് R. ദിവാകൃഷ്ണൻ. ചേട്ടൻ ഇവിടെ തന്നെ താമസിച്ചു? ഇവിടെ തന്നെ പണ്ട് അമ്പലത്തിന്റെ വടക്ക്. ഈ TD സ്കൂള് പണ്ടേ ഉള്ളതല്ലേ? 600 കൊല്ലത്തെ പഴക്കം. 600 കൊല്ലം പഴക്കം. മറ്റേ ഷേണായി എന്ന് പറഞ്ഞ ആള് ഉണ്ടാക്കിയ സ്കൂളാണല്ലേ? കൊച്ചി തിരുമല ദിവസം വകയാണ്. അതെ, കൊച്ചി തിരുമല ദിവസം. ഈ അമ്പലം ഉണ്ടാക്കിയിട്ട് 800 കൊല്ലമായി. ആണോ? അവിടെ ഡയറ്റി നമ്മുടെ വെങ്കടാചലപതി അല്ലേ? വെങ്കടാചലപതി പിന്നെ ചെറിയ ചെറിയ ഉപദേവതകളും പിന്നെ കുറെ ടെമ്പിളൊക്കെ അടുത്ത് കുറെ അമ്പലത്തിന്റെ കൂടി പടിഞ്ഞാറ് വശത്തുണ്ട് ശാസ്താമ്പലം. പിന്നെ അത് തൊള്ളപ്പുറത്തുണ്ട് ഉണ്ടല്ലേ? ശാന്താക്കാമാക്ഷി അമ്പലമുണ്ട് ഉണ്ടല്ലേ? പിന്നെ ഭഗവതി അമ്പലമുണ്ട്. ഇവിടെ ഒരു ശിവന്റെ അമ്പലമുണ്ട്. അവിടെ അടുത്തടുത്ത് ഉള്ള അമ്പലങ്ങളാണോ ചുറ്റും? പിന്നെ ഇവിടെ ഒരു ആറാട്ടൊക്കെ ഇല്ല? ആറാട്ടൊക്കെ ഒന്ന് ഡിസംബറിലാണ്. 2 നേരമല്ലേ? ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം ഉണ്ടെന്നോ? 2 പ്രാവശ്യം ഉണ്ട്. അത് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടാണോ? ആണല്ലേ? ഒന്ന് ഡിസംബറിൽ, ഒന്ന് ഏപ്രിൽ മാസത്തിൽ. നമുക്കിപ്പോ സമയം ടെമ്പിളിന്റെ സമയം എപ്പോഴാണ്? അമ്പലത്തിന്റെ സമയങ്ങൾ എപ്പോഴൊക്കെയാണ്? സമയം കാലത്ത് 6 മണിക്ക് തുറക്കും. ഉച്ചക്ക് ഒരു 12-12:30 പൂജ കഴിഞ്ഞാൽ 1 മണിക്ക് അടയ്ക്കും. പിന്നെ വൈകുന്നേരം തൊട്ട് വൈകുന്നേരം ഒരു 6 മണി തൊട്ട് രാത്രി ഒരു 9-9:30 അത് ശരി. ഇതിനൊക്കെ വന്നെങ്കിൽ ഗരുഡ ഉത്സവം കാണാമായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു ഉത്സവം. ഇവിടെ എപ്പോഴും എന്തെങ്കിലും ഉത്സവം എന്തെങ്കിലും ഉണ്ടാവില്ലേ? ആരെങ്കിലൊക്കെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. സ്പോൺസറൊക്കെ ചെയ്യും. സ്പോൺസർ ഉണ്ടാവും. സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാലാണ് അമ്പലത്തിൽ ചെയ്യാൻ. അത് ശരി. ഇന്നലെ ഉണ്ടായിരുന്നു. ഇനി 21-ാം തീയതി ഉണ്ട്. ആണോ?
അപ്പൊ വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ അമ്പലത്തിനടുത്തായിരിക്കും. അമ്പലത്തിന്റെ വടക്കുവശം, കിഴക്കുവശം, പടിഞ്ഞാറ് വശം, അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ്. പിന്നെ ആറാട്ടുകുളം ഉണ്ട്. ഇവിടെ ആറാട്ടുകുളം ഉണ്ട്. ഒരു കുളം ഉണ്ടെന്നല്ലോ അവിടെ. നല്ല ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അമ്പലത്തിന്റെ കിഴക്കുവശത്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ട്. പിന്നീട് പപ്പടം ഉണ്ടാക്കുന്ന കടകൾ അങ്ങനെ ഉണ്ടാക്കുന്ന കട ഈ അമ്പലത്തിന്റെ വടക്കുവശത്ത് തെരുവുണ്ട്, വടക്കേ തെരുവ്. അവിടെ തരുവാണ്. ചെറുതായി ശരിക്കും പറഞ്ഞാൽ പപ്പടത്തിന് വേണ്ടി ഫേമസ് ആയിരുന്നു. പപ്പടം പിന്നെ ദോശ വെക്കുന്ന കട, ഒരു മാമയുടെ ഒരു സ്വീറ്റ് കടയൊക്കെ ഉണ്ട്. ഇവിടെ ദോശ ഉണ്ട്. ഇവിടെയുണ്ട് ദോശ. അത് ഒരു 7 മണി കഴിയുന്നുണ്ട്. അപ്പളേ തുടങ്ങുള്ളൂ ദോശയൊക്കെ എടുക്കുന്നത്. അന്നേരം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതൊക്കെ എടുക്കാൻ പറ്റും. അല്ല ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. 7 മണി. ഇവിടെ ഇപ്പൊ സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഉണ്ടോ? 10ാം ക്ലാസ് വരെ. 7ാം ക്ലാസ് വരെയാണോ അതോ 1ാം ക്ലാസ് വരെ ഉണ്ടോ? ഇല്ല, അവിടെ 1 തൊട്ട് 4 വരെ ഉണ്ട്. അപ്പൊ 1 തൊട്ട് 10 വരെ ഉണ്ടല്ലോ? 1 തൊട്ട് 10 വരെ. പിന്നെ +2 അപ്പുറത്തുണ്ട്. അപ്പൊ +2 വരെ പോവാം. അതുകൊണ്ട് പിന്നെ കോളേജ് പോയാൽ മതി. അപ്പൊ ഇവിടെ എല്ലാം ഈ കമ്മ്യൂണിറ്റി ആണല്ലേ? ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ആയിരിക്കും അധികം പേര് അല്ലെ? അധികം പേര് അങ്ങനെ തന്നെ ആയിരിക്കും. GSP ഗൗഡ സരസ്വതി ബ്രാഹ്മിൺസ്. ഞാൻ കണ്ടത് ട്രെയിനിങ് സ്കൂൾ. അവരുടെ ട്രെയിൻ സ്കൂളാണല്ലോ. ശരിയാണ്. പാരമ്പര്യമായിട്ട് തലമുറയായിട്ട് ഇവിടെ തന്നെയാണ് ചേട്ടാ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സൈന്യാനിയാണ് അച്ഛൻ. ശരി. അപ്പൊ സ്കൂളിൽ ഗ്രൗണ്ടിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയത് ആണോ? അത് ശരി. 1947. പണ്ടേ ഇവിടെ തന്നെ ഉള്ള കൊച്ചിയിലെ ആൾക്കാരാണ്. ഒരുപാട് കാലമായിട്ട്. പിന്നെ നിങ്ങളുടെ ആൾക്കാർ TD റോഡിലുണ്ട്, അമരാവതിയിലുണ്ട്, പിന്നെ ചെർളയിലുണ്ട് അല്ലെ? 3 സ്ഥലത്തായിട്ട് അധികം പേര് ആൾക്കാർ ഇവിടേക്ക് ഉണ്ട്. പിന്നെ അമ്പലത്തിന്റെ വടക്കോശം തെക്കോശം ഒക്കെ ഉണ്ട് എല്ലായിടത്തായിട്ട്. അമരാവതി TD ഇവിടെ തന്നെ അടുത്തടുത്തല്ലേ? ഒക്കെ വാണിയന്മാരാണ്. വാണിയന്മാർ അമ്പലം ഈ പാലം ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോയി MSC ബാങ്ക് തൊട്ടപ്പുറത്ത് നേരെ പോയി പാലർക്ക് വാണിയന്മാരുടെ അമ്പലം, ജനാർദ്ദന അമ്പലം എന്ന് പറയും. ഈ അമ്പലം തമ്മിൽ ടച്ചിങ് ഉണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗോവയിൽ നിന്ന് ആൾക്കാരാണ്? ഗോവയിൽ നിന്ന് നമ്മളല്ല, നമ്മുടെ ഇവിടുത്തെ കൽപ്പാത്തി ആണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരായിരുന്നു. ഇതിപ്പോ ഗോവയിൽ നിന്ന് ആൾക്കാരാണ്. അല്ല, കൽപ്പാത്തി പാലക്കാട് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ. ചുറ്റും ബാലിവൻ എന്റെ അമ്മയുടെ ചേട്ടനാണ്. അങ്ങനെ ഇവിടെ ചായക്കട നടത്തിയായിരുന്നല്ലോ വൈഫായിട്ട്? ലോകം മുഴുവൻ ചുറ്റിയാണ്. വൈഫായിട്ട് എന്തോ 25 രാജ്യങ്ങൾ എന്തോ ചുറ്റിയാണ്. പുള്ളിയുടെ പേരെന്തായിരുന്നു ശരിക്കുള്ള പേര്? വിജയൻ അല്ലേ? പുള്ളി ഫേമസ് ആണ്. രണ്ടുപേരും ഫേമസ് ആയിരുന്നു. വൈഫ് ഇപ്പോഴുണ്ടോ? വൈഫ് ഉണ്ടല്ലോ. അവരിപ്പോ ഇവിടെ ഇല്ല? എവിടെ താമസിക്കുന്നത്? പുള്ളിക്കാരൻ താമസിക്കണേ ഗാന്ധിനഗറിലാണ്. ഇപ്പോഴും ചായക്കട നടത്തിക്കൊണ്ടിരിക്കും. ആള് തന്നെ ഒന്നും പോകണല്ലേ? അല്ലല്ല, ആളിപ്പോ മരിച്ചിട്ട് ഇപ്പൊ ഒരു വൈഫ് ഇപ്പോ ഇല്ലല്ല, ഇപ്പൊ കച്ചവടം നടത്തുന്നത് മരുമോനാണ്. അപ്പൊ അവരിപ്പോ വീട്ടിൽ ശ്രമിച്ചോണ്ടിരിക്കുകയല്ലേ? ഭാര്യ ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. രണ്ടുപേരും പേപ്പറിലൊക്കെ ഭയങ്കര ഫേമസ് ആൾക്കാരാണ്. പിന്നെ ഭയങ്കര എല്ലായിടത്തും മുഴുവൻ. ലാസ്റ്റ് ആയിട്ട് പോയത് റഷ്യയാണെന്ന് തോന്നുന്നു. റഷ്യയാണ്. അത് ഭയങ്കര ഫേമസ് ആണ്. റഷ്യയിലാണ്. പുള്ളിയുടെ എങ്ങനെയാ ബന്ധം? എങ്ങനെയാ? എന്റെ അമ്മയുടെ ചേട്ടനാണ്. അമ്മയുടെ ചേട്ടനാണ് ആള്? ഏറ്റവും മൂത്തതാണ്. അത് ശരി. എന്റെ അമ്മ 3ാമത്തെയാണ്. ഞങ്ങളുടെ ഒട്ടുമിക്ക ഫാമിലീസിനും ചായ കച്ചവടം തന്നെയാണ്. മാവൻ ചായ കച്ചവടമാണ്, അമ്മയുടെ ചേച്ചി ചായ കച്ചവടമാണ്. അത് ശരി. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കറക്കുണ്ടോ? അങ്ങനെ ഇല്ലല്ലേ? ഞങ്ങൾ ഈ ലോക്കല് മാത്രം കറക്കുന്നത്. പുള്ളിയാണ് ലോകം മുഴുവൻ കറങ്ങി. പുള്ളിക്കാരൻ ലോകം മുഴുവൻ കറങ്ങിയിട്ട് ഒരാളാണ്. പുള്ളിക്കാരന്റെ ഒരു സ്വപ്നം വരുന്നത് പുള്ളിക്കാരൻ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായത്. തിരുപ്പതിയിൽ വെച്ചിട്ട് എന്തോ ഇങ്ങനെ മേളിൽ ഇങ്ങനെ തിരുപ്പതി ഇല്ല അമ്പലത്തില് എല്ലാ ദർശനം എല്ലാം കഴിഞ്ഞപ്പോ മേളിൽ ഇങ്ങനെ നോക്കിയതാണെന്ന്. തലയുടെ പൊക്കത്തൂടി പ്ലെയിൻ പോകണ്ടായിരുന്നു. അപ്പൊ അമ്മായിയെടുത്ത് പറഞ്ഞ് പുള്ളിക്കാരൻ നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല പോകാൻ യോഗമൊന്നും അന്നോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പയ്യെ തുടങ്ങിയത്. പിന്നെ 25 രാജ്യം കറങ്ങിയിട്ട് വന്നു. സ്പോൺസർമാര് കുറെ ഒക്കെ ഉണ്ട്. മോഹൻലാലുണ്ട്, മമ്മൂട്ടി ഉണ്ട്, അമിതാഭ് ബച്ചൻ. അല്ല, എന്തായാലും പുള്ളി അത് രണ്ടുപേരാണ് കറങ്ങാൻ വെച്ചാൽ സാധാരണക്കാർക്ക് പറ്റാത്ത കാര്യം. സാധാരണക്കാർക്കൊന്നും പറ്റൂല. അത് ഭയങ്കര സംഭവമായിരുന്നു. ആദ്യമൊക്കെ പുള്ളിക്കാരൻ സ്വന്തം കയ്യത്തെ പൈസ മുടക്കിയിട്ട് തന്നെയാണ് പോയത്. പിന്നെ ഇത് അറിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് പിന്നെ എന്താണ് കുറച്ച് സ്പോൺസർമാരൊക്കെ വരാൻ തുടങ്ങി. അതാണ് ഞാൻ പറയും, മോഹൻലാല്, മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ ഇവരൊക്കെ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ പുള്ളിക്കാരന്റെ സ്വപ്നം പുള്ളിക്കാരൻ ഇതാക്കി നടത്തി കാണിച്ചു. ലാസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പോയത് ജപ്പാനിലേക്കാണ്. റഷ്യ കഴിഞ്ഞിട്ട് ജപ്പാനിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോഴാണ് പുള്ളിക്കാരന് ഈ ആള് ഇതായത്. പെട്ടെന്ന് പുള്ളിക്കാരൻ
കറക്റ്റ് വയസ്സ് എനിക്കറിയില്ല. 70 മുഖത്തുണ്ട്. രണ്ടുപേർക്കും വലിയ പ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല, പ്രായ വ്യത്യാസമൊന്നുമില്ല. പുള്ളി വന്നു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം. അതല്ല, പുള്ളിക്ക് ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ലാണ് പുള്ളി പോയത്? ഇല്ല, മാമന് നല്ല കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ പുള്ളിക്കാരിയുടെ മോള് ഇവിടത്തെ ടീച്ചറാണ്, ആ TDLP-യിലെ ടീച്ചറാണ്. ശരി. ടിക്കറ്റ് ആദ്യം പുള്ളി തന്നെ അങ്ങനെ പോയി? ആദ്യം പുള്ളി ഒറ്റയ്ക്കാണോ പോയത്, രണ്ടുപേരും കൂടിയാണോ പോയത്? അല്ല, രണ്ടുപേരും കൂടിയിട്ടാണ് പോയത്. ആണല്ലേ? ആദ്യം പോയ രാജ്യം എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് ആയിട്ട് പോയത് റഷ്യയാണ്. അപ്പേക്കും പുള്ളി ഫേമസ് ആയി പോയി, ആള് ഫേമസ് ആയി. അല്ല, അതിനു മുമ്പ് തന്നെ ന്യൂസിലാൻഡ്, അമേരിക്ക, സിംഗപ്പൂര്, ദുബായ്, അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിലൊക്കെ എല്ലാം ചായക്കച്ചവടം നടത്തി. ചായക്കച്ചവടം നടത്തും. പിന്നെ അതിന്റെ ആ കാശ് കൊണ്ട് പോയി പിന്നെ ചായക്കച്ചവടം നടത്തും. അങ്ങനെ വീണ്ടും പോകും. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്പോൺസറൊക്കെ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞു വന്നാണ് കുറച്ചും കൂടി അത് കൂടുതലായി. എല്ലാ ഇതിലൊക്കെ ഉണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് മോഹൻലാലിന് എന്തോ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പുള്ളി ചെറുതായതാണ്, ചെറുതായിക്കാരനാണ്. അല്ല, ചെറുതായിക്കാരനല്ല. ഇവരുടെ കറക്റ്റ് വീട്, ഇവരുടെ നാട് ഇതല്ല, ചേർത്തലയാണ്. പക്ഷെ താമസിക്കുന്നത് ഇവിടെയാണ്. അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ നിന്നാണ് യാത്ര നടത്തിക്കൊണ്ട് ഗാന്ധിനഗറിൽ നിന്നാണ് യാത്ര തുടങ്ങി. എന്റെ അമ്മ പോലും ഇവിടുത്തെ കാര്യമല്ല, ചേർത്തലയെന്നാണ്. അത് ശരി. അവിടെ നിന്ന് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവര് 6 മക്കളാണ്. 6 മക്കളിൽ ഏറ്റവും മൂത്തതാണ്. രണ്ടാമത്തെ മോഹമ്മ, മൂന്നാമത്തെ എന്റെ അമ്മ ഇവിടെ, 4-മത്തെ ഒരു മാമനാണ്. പിന്നെ 5-മത്തെ ഒരു പെങ്ങളാണ്. പുള്ളിക്കാരി താരാക്കല്യാണില്ലേ, അതിന്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരിയുടെ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ഇളയ മാമനാണ് എറണാകുളത്തുള്ളത്. പുള്ളിക്കാരൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു 10 കൊല്ലം കൂടുതലാവാൻ വേണ്ടി, 10-15 കൊല്ലം കൂടുതലാവാൻ വേണ്ടി പോകണം. ഇതിപ്പോ എപ്പോഴും കട എപ്പോ തുറക്കും? ഞങ്ങൾ ഈവനിങ്ങില് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വൈകുന്നേരം രാത്രി ഒരു 11 മണി 11 വരെ ഉണ്ടാവും. മെയിനായിട്ട് ദോശ തന്നെ. ദോശ, പുട്ട്, ഓംലേറ്റ്, അതൊക്കെ ഉണ്ടാവും. 2 കറികള്. അത് 7 o'clock കഴിഞ്ഞാല് അത് ആരംഭിക്കുള്ളൂ. സ്നാക്സ് പിന്നെ അതങ്ങനെ വറുത്തോണ്ടേയിരിക്കും. കുടുംബമായിട്ട് തന്നെയല്ലേ? ഞാൻ, അച്ഛൻ, അമ്മ, ഇളയച്ചൻ, എല്ലാരും കൂടി ഫാമിലീസ്, ചേട്ടന്റെ വൈഫ്, എല്ലാവർക്കും കടയുണ്ട്. അല്ല, ചേട്ടൻ ട്രാൻസ്ഫാസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ മെയിനായിട്ട് ഇതായിരുന്നു കുടുംബമായിട്ട് നടത്തുന്ന കച്ചവടം. അല്ല, ഞാൻ ആക്ച്വലി ബാറ്റയിലായിരുന്നു. ഒരു 15 കൊല്ലത്തോളം ബാറ്റയിലായിരുന്നു. അവിടുന്ന് തോമ്പടിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ലുലു മാൾ, സെൻട്രൽ സ്ക്വയർ, അവിടെ നിന്ന് നേരെ വീണ്ടും തോമ്പടിയിൽ വന്ന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് 2018 റിസൈൻ ചെയ്ത് പിന്നെ 20-ാം ആണ്ടിൽ ഈ കട വന്ന് കഴിഞ്ഞപ്പോ ഞാൻ, അച്ഛൻ, അമ്മ, ഇളയച്ചൻ, പിന്നെ വീട്ടില് ചേട്ടന്റെ വൈഫ് കുറച്ച് ഹെൽപ്പ് ചെയ്ത് വരും, ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ്. ഇതിപ്പോ എന്തിനുള്ള പരിപാടിയാണ്? ഇതിപ്പോ വറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി സ്റ്റാർട്ടാണല്ലേ? ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ ഒരു ഏരിയയിലാണ് അധികം GSBക്കാരുള്ളത്. അമരാവതി, TD റോഡ്, പിന്നെ നമ്മുടെ ഈ ചെർലായിൽ പക്ഷേ അധികവും ലാറ്റിൻ കമ്മ്യൂണിറ്റീസാണ്. ഫോർട്ട് കൊച്ചിയിലൊക്കെ ലാറ്റിൻ കമ്മ്യൂണിറ്റീസാണ്. നമുക്കറിയാം 14-15 ഇവിടെ പോർച്ചുഗീസുകാർ വന്ന് ഭരിച്ച പിന്നെയാണ് കുറേ പേര് കൺവേർട്ടഡ് ആയിട്ടുണ്ട് ക്രിസ്ത്യാനികളായിട്ട്. പിന്നെ ലാറ്റിൻ കമ്മ്യൂണിറ്റീസാണ് ഇവിടെ അധികവും, അവരുടെ പള്ളികളാണ് അധികവും. അവരോട് കോസ്റ്റ് ചെയ്തിട്ടാണ് ഈ GSB എന്നുള്ള ബ്രാഹ്മൺ സമൂഹം ജീവിക്കുന്നത്. ഇത് ഇവരുടെ കുളമാണ്. ഞാൻ പറഞ്ഞ വെങ്കടാചലപതി മെയിൻ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള വലിയ കുളമാണ്. കാണാൻ അതിമനോഹരം തന്നെയാണ്, നല്ല രസമായിട്ട് തന്നെ പണിതിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു ബെല്ലുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാൻ സമയമാകാത്ത കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ചുറ്റി കിടന്ന് കാണാമെന്ന് വെച്ചു. മുകളിൽ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ സ്ട്രിക്റ്റായിട്ട് വൈഷ്ണവിസത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് GSB ബ്രാഹ്മിൻസ്. അതായത് മഹാവിഷ്ണു, മഹാമായ, മഹാലക്ഷ്മി ഇവരെയൊക്കെയാണ് അധികവും ഇവർ ആരാധിക്കുന്നത്. ഇവരുടെ പിതാമഹന്മാർ ഗോവയിൽ നിന്ന് വന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലായനം ചെയ്ത് വന്ന ആളുകളാണ് ഇവരെല്ലാവരും. കൽപ്പാത്തിയിലെ ബ്രാഹ്മണരെ പോലെ തന്നെ അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, ഇവർ ഗോവയിൽ നിന്ന് വരുന്നു എന്ന് മാത്രം. എന്തായാലും അങ്ങനെ കേരളം പല സമൂഹങ്ങളെ കൊണ്ട് നിറഞ്ഞാണ്. പല കാലങ്ങളിൽ പല ആൾക്കാർ വന്ന് എല്ലാവരും കൂടെ മിക്സ് ആയിട്ടാണ്. വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ആഫ്രിക്കയിൽ നിന്ന് ആൾക്കാർ വന്നത് കേരളത്തിൽ മാത്രമാണ്. അതായത് ആഫ്രിക്കയായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ തലമുറയും ഇവിടെ വളരുന്നുണ്ട്. അതാണ് നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ ആഫ്രിക്കാരെല്ലാം തോന്നുന്നത്. ഇപ്പോൾ കണ്ടത് എൻ്റെ പുണ്യപാദങ്ങളാണ്. ഈ പുണ്യപാദങ്ങളും വഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പുണ്യമായ സ്ഥലമെന്ന് മറ്റുള്ള കരുതുന്ന അമ്പലത്തിൽ കയറിയത്. ഈ കാണുന്ന എല്ലാം വിഗ്രഹങ്ങൾ തന്നെയാണ്. പാപവിനാശ തീർത്ഥം. ഇവിടെ നമ്മൾ മുങ്ങിക്കുളിച്ചാൽ പാപം തീരുമായിരിക്കും. അത് പാപങ്ങൾ ചെയ്തവർക്ക് മാത്രമായിട്ടുള്ളതാണ്, എന്നെപ്പോലുള്ളവർക്കുള്ളതല്ല. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ തീരെ പാപം ചെയ്യാറില്ല.
പിന്നെ നമ്മൾ പറയുമ്പോഴെല്ലാം പറയണമല്ലോ, ഈ ഒരു അമ്പലം വളരെ പുരാതനമായ അമ്പലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉപ അമ്പലങ്ങൾ ഇതിന് ചുറ്റും പലതായിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായ കമ്മ്യൂണിറ്റീസാണ് ഇവിടെ ഉള്ള എല്ലാവരും. ഇപ്പോൾ ഇവിടുത്തെ GSB ബ്രാഹ്മൺസ് പണ്ട് റിലീജിയസ് ആക്ടിവിറ്റീസ് മുഴുകി കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഇവർ പലരും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സൊക്കെ ആയിട്ട് പലരും വിദേശത്താണ്. സെയിം ആസ് ലാറ്റിൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഇപ്പോൾ പണ്ടത്തെ മീൻപിടുത്തക്കാർ ആയിരുന്ന ആളുകൾ പലതും അവരൊക്കെ മാറി ഇപ്പോൾ അർബൻ കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് എല്ലാവർക്കും വന്നത് കാരണം പലരും പുറത്താണ്. ഇപ്പോൾ എല്ലാവരും ഫൈനാൻഷ്യലി നന്നായിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ തന്നെ പഴയ ഫോർട്ട് കൊച്ചി അല്ല ഇപ്പോൾ. അത്യാവശ്യം എല്ലാവരും നല്ല സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും. ഈ ഒരു ഏരിയയിൽ, ചെർലായ ഏരിയയിൽ ഇവരുടെ എല്ലാം ക്ലസ്റ്ററായിട്ടുള്ള താമസിക്കുന്ന വീടുകളാണ് എല്ലാവരുടെയും. അതാണ് ഗോശ്രീപുരത്തെ TDLP സ്കൂളിൻ്റെ മുമ്പിലാണ്. ഇത് ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അമ്പലം 6 മണിക്കേ തുറക്കുകയുള്ളൂ. അപ്പോൾ അമ്പലത്തിലെ ഡയറ്റിനെ കാണാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബേസിക്കലി നമ്മളെല്ലാവരും ഹിന്ദുക്കളാരണം പ്രവേശിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്തായാലും എനിക്ക് സമയമില്ലാത്ത കാരണം കയറുന്നില്ല. പിന്നെ ഇത് പഴയ LP സ്കൂളാണ്. പഴയ LP സ്കൂൾ. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു നമ്മളാ പറഞ്ഞ പോലെ 1873 19th സെഞ്ച്വറിയിൽ സ്ഥാപിച്ചതാവാനായിരിക്കും സാധ്യത. കാരണം അത്രയും പഴക്കമൊക്കെ തോന്നുന്നുണ്ട്. എപ്പോൾ സ്ഥാപിച്ചാലും അന്ന് ആ സ്കൂളിൻ്റെ ഫംഗ്ഷൻ ഈ സ്കൂളിൽ നടത്തിയിട്ടുണ്ടാവാം. കുറേ പേര് ഇവിടെ നിന്ന് പഠിച്ച് പോയിട്ടുണ്ടാവാം. ഇപ്പോഴും ഇത് ഫംഗ്ഷനിലാണെന്ന് തോന്നുന്നു. സോ ഇത് അമ്പലം ചുറ്റി വരാവുന്ന ഒരു വഴിക്കടെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക കാലത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്കൂളുകളായിട്ട് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അത് യൂട്യൂബാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ മികച്ച സ്കൂൾ ഇപ്പോൾ നിലവിലുള്ളതിൽ. ഇതിലും വലുതൊക്കെ വരുമായിരിക്കാം, ഓക്കെ, വേറെ പലതും വന്നിട്ടുണ്ടാകും. പക്ഷേ യൂട്യൂബിന് പോലെ ഒരു വലിയ മികച്ച സ്കൂളും യൂണിവേഴ്സിറ്റിയും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അത് നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ യൂണിവേഴ്സിറ്റിയും സ്കൂളുമാണ് യൂട്യൂബുകൾ. ഇവിടെ നമുക്കിപ്പോൾ കാണാം, മേൽക്കൂരയിൽ കുറേ അമ്പലത്തിൻ്റെ അതായത് ആർക്കിടെക്ചേഴ്സ് കാണാം. ഇതൊക്കെ ഇവരിപ്പോഴും പ്രിസർവ് എന്ന് പറയുമ്പോൾ രസമുണ്ട്. ഈ വഴിയൊക്കെ അവർ കളയിട്ട് വെച്ചിട്ടുണ്ട്. ബ്രാഹ്മിൺസ് അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ, എല്ലായിടത്തും കളയിട്ട് വയ്ക്കുക എന്നുള്ളത്. ഇതാണ് നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പോകുന്ന വഴി. ഞാനിപ്പോൾ കയറുന്നില്ല, കാരണം ഇപ്പോൾ പ്രവേശിക്കുന്ന സമയമല്ലാത്ത കാരണം നമ്മൾ കയറേണ്ട കാര്യമില്ലാത്ത കാരണം കയറുന്നില്ല. ഈ അമ്പലത്തിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ചില പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. 1-ാം രാഗം പാടി എന്നുള്ള പാട്ടൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നു. പിന്നെ ഇവിടെയുള്ള ഇങ്ങനെ ചെറിയ ചെറിയ നല്ല വെജിറ്റേറിയൻ, പ്യൂർ വെജിറ്റേറിയൻ ആയിരിക്കുന്നത് മാത്രം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇത് ബ്രാഹ്മിൺസിൻ്റെ ഏരിയ ആയിരുന്നു തന്നെ. പിന്നെ നമുക്ക് കാണാം കുറേ ആൽമരങ്ങളും അങ്ങനെയുള്ള ഇതിനോട് കൂടി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ, അമ്പലത്തിൽ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ചെറിയ കുഞ്ഞി അമ്പലങ്ങളും എല്ലാം അവിടെ കാണാം. ഇത് ദീപാരാധന ഉള്ള സമയത്ത് ഈ ദീപങ്ങളിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു വൈകുന്നേരങ്ങളൊക്കെ നല്ല രസമായിരിക്കും. ഇത് വൈകുന്നേരത്തെ മുമ്പ് എത്തിയാറാണ്. ഇതൊരു ആൽമരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു പ്രതിമയുണ്ട്. അത് ഇവിടുത്തെ ഏതൊരു മഹാനായ ഒരു വ്യക്തിയുടെ പണ്ടത്തെ ആളുടെ പ്രതിമ ആയിരിക്കാം. ഇതിൽ 4 തല ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. 4 പേരെ ആയിരിക്കാം. രംഗഭട്ട്, വിനായക് പണ്ഡിറ്റ്, അങ്ങനെ 2 പേരും വേറെ ആൾക്കാരുണ്ടാവും. ഓരോ 4 സ്ഥലത്തും 4 പേരായിരിക്കാം. ഇങ്ങനെയുള്ള ചെറിയ കടകളിൽ ഇവിടെ അങ്ങാടിപ്പെട്ടികൾ പോലെ കുറേ കടകളൊക്കെ ഉണ്ട്. അവിടെ അഗ്രഹാരങ്ങളില്ല, ചെറിയ ക്ലസ്റ്റർ ഓഫ് വീഡ്സ് ആണ്, ബ്രാഹ്മിൺസ് ആണെങ്കിൽ പോലും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള അങ്ങാടിപ്പെട്ടിയിൽ എല്ലായിടത്തും കിട്ടും. ചെറിയ ഈ ഒരു വീതികളെ പോകുമ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഇത് തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ മലയാളം അല്ല, അവരുടെ ലാംഗ്വേജിൽ വെക്കുന്ന ചെറിയ വീതികളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല രാജ്യങ്ങളിലുണ്ട്. ചൈന ടൗൺ പോലെ ഒക്കെ തോന്നുന്നു. ഇപ്പോൾ ഇവിടെ കൊങ്കണി ഭാഷയാണ് സംസാരിക്കുന്നത്. ഒരു പിടിയും കിട്ടണില്ല, അവർ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. നമ്മൾ ഫോർട്ട് കൊച്ചി പോകുന്ന ഒരാൾക്കാരുടെ സ്വഭാവമല്ല നമ്മൾ ഈ ചെർള എത്തുമ്പോൾ. ഒരു പക്ഷേ അത് കമ്മ്യൂണിറ്റിയുടെ വ്യത്യാസമായിരിക്കാം. വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറയാനും നമ്മൾ സഹായിക്കാനും ഒക്കെ ഉള്ള ആളുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ സഹായിക്കാൻ വേണ്ടി കൂടെ വരാമെന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം എനിക്ക് ആ വഴിയൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇതൊരു പൊതുവഴിയല്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വഴികൾ പോകുമ്പോഴാണ് പപ്പടം വയ്ക്കുന്ന ആൾക്കാരുടെ ഏരിയ കാണുന്നത്. ഇങ്ങോട്ട് ഞാൻ കേട്ട ശരിയാണെങ്കിൽ ഇതിന് തെരുവിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ അധികം പേരും പപ്പടം വയ്ക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ആയിരിക്കില്ല, പക്ഷേ ഇവിടെയാണ് അധികം പപ്പടം വയ്ക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ എവിടെ നിന്നെങ്കിലും എനിക്ക് പപ്പടവും കൊണ്ടാട്ടവും വാങ്ങിച്ചേ പറ്റൂ. കാരണം ഇത് ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. കൂടെ ഇവർക്ക് ഒരു സഹായമാവും. ഞാനപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ കയറി പപ്പടവും കൊണ്ടാട്ടവും വാങ്ങിക്കാൻ വേണ്ടി കയറിയുണ്ടായി. ഇത് മസാല പപ്പടം അല്ലേ? പിന്നെ ഇത് സാധാരണ പപ്പടം. ഇതെന്താ? പെപ്പർ പപ്പടം, മസാല പപ്പടം. ഇത് 3 ഐറ്റം ആണല്ലേ? പിന്നെ ബാക്കി കൊണ്ടാട്ടം ഉണ്ടോ? കപ്പയൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടാക്കണല്ലേ? ഇത് വെറുതെ വറുത്ത് കഴിച്ചാൽ മതി.
വേറെ വേറെ ഐറ്റം വേറെ സാബുദാനുണ്ട്. സാബുദാന അതെന്താ? അത് മറത്ത് വെച്ചാൽ മതിയോ? ഇത് മറ്റേ എരിവുള്ള ഇല്ല, എരിവുണ്ടാവില്ല. അതിന് ലൈറ്റ് എരിവ് കാണും. എരിവുള്ള മറ്റേ സാധനം എന്താ? അത് പപ്പടവട, വെറുതെ കഴിക്കണം. അത് മറ്റേ പുറത്ത് വെച്ചേക്കണല്ലേ? അവരോട് ഇത്രയല്ലേ വെറൈറ്റി. കപ്പ ഉണ്ടല്ലേ? കപ്പ കപ്പ കൊണ്ടാട്ടം. ഊണിന്റെ കൂടെ കഴിക്കണ പപ്പടം അല്ലേ? പപ്പടം അല്ല, കൊണ്ടാട്ടം തന്നെ. കൊണ്ടാട്ടം. അലപ്പിണ്ടി അത് അതിൽ മിക്സ് ചെയ്യും. ഉഴുന്നിന്റെ അളവ്. ഇത് മറ്റേ അവിൽ മിച്ചറിനുള്ള അവില്. അവനുണ്ടാച്ച. ഓക്കെ, ശരി. എന്തൊക്കെയാണ് ഉണ്ടാക്കണേ? ഒന്ന് മൊത്തത്തിൽ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് കൊണ്ടാട്ടം, പിന്നെ ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, പിന്നെ വറുത്ത ചിപ്സ്. ചിപ്സ് മറ്റേ കായയുടെ ഉണ്ട്. പിന്നെ നമ്മുടെ ചേമ്പ്, അതുണ്ട്. കപ്പ, ഉരുളക്കിഴങ്ങ് എല്ലാം. പിന്നെ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ ചമ്മന്തിപ്പൊടി തേങ്ങ ഇട്ട് ചെയ്യണ ചമ്മന്തിപ്പൊടി, തേങ്ങ ഉള്ളത് അത് അങ്ങനെ തന്നെ കഴിക്കാം. മറ്റേത് എണ്ണ ഒഴിച്ച് കഴിക്കുന്നത് ദോശപ്പൊടി. ഇത് ഗൗഡ സരസ്വത് ബ്രാഹ്മൺസ് അല്ലേ ഇവിടെ എല്ലാവരും അല്ലേ? പിന്നെ മധുരാണെങ്കിൽ ബോളി, ബസൻ ലഡു. ബോളി കൂടെ ഉണ്ടോ? ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഉണ്ടോ ഇവിടെ? ഇല്ലില്ല, ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ വെക്കുകയാണ് അല്ലേ? ബോളി എന്ന് പറയുന്നത് നമ്മുടെ പഴത്തിന്റെ ബോളി ഞാൻ ഉദ്ദേശിച്ചത് അതില്ല അല്ലേ? അതല്ല, നമ്മള് പായസത്തിലൊക്കെ കൂട്ടൂല ഓണത്തിന്. അങ്ങനെ ആ സാധനം. ഇതിന് മധുരം ഇല്ല, ചെറിയൊരു മധുരം ഉണ്ടാവും. മധുരം അതിന്റെ അകത്ത് ഫില്ലിങ് വെച്ചിട്ട് വറുത്തെടുക്കുന്നതാണ്. അങ്ങനെയാണ്. ഇതും പിന്നെ വേറെ എന്താണെന്ന് പറഞ്ഞാൽ ലഡു, ബസൻ ലഡു അതും കാണിക്കാൻ. എന്റെ പേരൊന്നും കേശുഭായ്. സംസാരിക്കുന്ന മറ്റേ ഇതാണല്ലോ, കൊങ്ങിണി ഭാഷയാണല്ലോ. അറിയാം. അല്ല, ഞാനിപ്പോ കേട്ടു കൊങ്ങിണി ഭാഷ കേട്ടു. ഇതിപ്പോ ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് തന്നെ. അപ്പൊ ഇത് വർഷങ്ങളായിട്ട് തന്നെ ചെയ്യണല്ലേ? 20 കൊല്ലം ഈ പരിപാടി തുടങ്ങി. ആണോ? അപ്പൊ ചേട്ടന്റെ പോലെ കുറെ ആൾക്കാരോടെ ഇല്ലേ? കുറെ കുടുംബങ്ങളില്ലേ ഇങ്ങനെ ഇത് ചെയ്യുന്നത്? ഇത് ഇഷ്ടം പോലെ പുറത്ത് നമ്മള് ഇവിടെ എല്ലാം ഉണ്ടാക്കണം. ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ വെക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പപ്പടമൊക്കെയാണോ? പപ്പടം, ചിപ്സ് ഐറ്റംസ്, അച്ചാറെല്ലാം ഉണ്ട്. ഇത് പുറത്തേക്ക് കൊടുക്കണ്ട, അത് ഇവിടെ വരുന്നവർക്ക് കൊടുക്കണം. ഇവിടെ വരുന്ന ആൾക്കാർക്ക് പാർസൽ കൊറിയറായിട്ട് അയക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ അയക്കും അല്ലേ? ഓർഡർ ചെയ്യാൻ അയക്കും. ചേട്ടൻ ഫാമിലിയായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ആണല്ലേ? ഫാദറായിട്ടും അപ്പനൊക്കെ 20 കൊല്ലമായിട്ടുള്ള ഇവിടെ വന്നിട്ട്. അല്ല, കൊല്ലം 100ആയി നമ്മളിവിടെ താമസിക്കണം. അതാ ചോദിച്ചത്. കൊല്ലം 100ആയി. ഗൗഡ സരസ്വത് ബ്രാഹ്മൺ ആണല്ലേ? ചേട്ടന്റെ ഫാദറായിട്ട് തന്നെ ഫാദറായിട്ടൊക്കെ ഇവിടെ തന്നെയാണ്. അത് നമ്മൾ തൊറൂറാണ്. ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇപ്പൊ 100 കൊല്ലായി. പണ്ടേ ഉള്ള ഇത് തുടങ്ങിയിട്ട് അത് ശരി. ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ 20 കൊല്ലായിരുന്നു. അങ്ങനെ GSB ബ്രാഹ്മൺസിനെ പരിചയപ്പെട്ടിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. വീണ്ടും ഒരിക്കൽ സൗകര്യം പോലെയൊക്കെ ഇവിടെ വരാൻ തോന്നണം. അപ്പോൾ ശരി.